നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രപ്രകാരം വീട്ടിൽ ഓരോ മുറിയും നമ്മുടെ മാനസിക, ശാരീരിക, വികാരാത്മക നിലകളെ ഗൗരവമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. വിശ്രമത്തിനും സമാധാനത്തിനും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായ കിടപ്പുമുറിയിൽ പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് നിർണായകമാണ്. എന്നാല് ആ എനർജി കുറവാണെങ്കിൽ അത് സ്ഥിരമായ ക്ഷീണം, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം, ബന്ധങ്ങളിലെ വിഷമം തുടങ്ങിയവയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. നിങ്ങളുടെ കിടപ്പുമുറിയിൽ നെഗറ്റീവ് എനർജി സാന്നിധ്യമുണ്ടോ എന്ന് ഞാൻ പറയുന്ന ലക്ഷണങ്ങൾ വഴി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ മിക്കവരും അർദ്ധരാത്രിയിൽ ഉണരുന്നവരായിരിക്കും. അപ്പൊ ഇങ്ങനെ പുലർച്ചെ 2 മുതൽ 3 വരെ നിരന്തരം ഉണരുന്നത് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യത്തിന്റെ അടയാളമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഈ സമയത്ത് ശരീരം അതീവ സംവേദനക്ഷമമായതിനാൽ നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം എളുപ്പത്തിൽ പ്രകടമാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങളിലെ സംഘർഷം. ഇപ്പൊ ബന്ധങ്ങളിൽ പരിഹാരമില്ലാത്ത വഴക്കുകളും അതുപോലെ തന്നെ നിരന്തരം ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം മനസ്സിലാക്കാതെ കാണപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ കിടപ്പുമുറിയിലെ നെഗറ്റീവ് എനർജിയുടെ സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. ഇപ്പൊ നെഗറ്റീവ് എനർജി എവിളായി എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോ ഈ നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യാനുള്ള ചില ലളിതവും ഫലപ്രദവുമായ പ്രതിവിധികളും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് കർപ്പൂര ധൂപം എന്നൊക്കെ പറയുന്നത്. അതായത് ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കർപ്പൂരം കത്തിക്കുക. കർപ്പൂരത്തിന്റെ സുഗന്ധം മുറിയിൽ നിലനിൽക്കുമ്പോൾ ഈ നെഗറ്റീവ് എനർജി അത് നീക്കം ചെയ്യും. കൂടാതെ അന്തരീക്ഷം ശുദ്ധവും പോസിറ്റീവുമായി മാറ്റുന്നു. അതുകൊണ്ടാണ് നമ്മൾ കർപ്പൂര ധൂപം കത്തിക്കുന്നത്. പിന്നെ അടുത്തതാണ് ഉപ്പുപാത്രം. ഇപ്പൊ കിടപ്പുമുറിയുടെ ഒരു മൂലയ്ക്ക് കടലുപ്പില്ലേ, നല്ല കല്ലുപ്പ് എന്നൊക്കെ പറയും, ആ കല്ലുപ്പ് നിറച്ച ഗ്ലാസ് പാത്രത്തിലാണ്, പ്ലാസ്റ്റിക്കിലോ സ്റ്റീലിലോ ഒന്നും വെക്കരുത്. സ്ഫടിക പാത്രത്തിൽ വെച്ച് അത്രയ്ക്കും നല്ലത്. അപ്പോൾ ഉപ്പ് നെഗറ്റീവ് എനർജിയെ മുഴുവനായിട്ടും ആഗിരണം ചെയ്യും. അപ്പോൾ മുറി ശുദ്ധമാക്കും, പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിലവര് പൂക്കളൊക്കെ റൂമിൽ വെക്കുന്നവരായിരിക്കും. അപ്പൊ അതില് വാടിയ പൂക്കൾ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഒഴിവാക്കുക. ഉണങ്ങിയതോ വാടിയതോ ആയ പൂക്കളെ കിടപ്പുമുറിയിൽ ഒരിക്കലും സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. കാരണം അവ നെഗറ്റീവ് എനർജിയെയാണ് ആകർഷിക്കുന്നത്. ഇരുമ്പ് വസ്തുക്കള് അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ കട്ടിനടിയിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ ഇപ്പോൾ പൗഡറിന്റെ കാലി ഡബ്ബ അതുപോലെ തന്നെ മരുന്നിന്റെ ഡബ്ബ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കിടപ്പുമുറിയിൽ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. അപ്പോൾ കൂടാതെ നമ്മൾ കിടപ്പുമുറിക്ക് ഇളം നിറങ്ങളും അതുപോലെ തന്നെ ശാന്ത നിറങ്ങളും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കർട്ടന്, നമ്മളെ ബെഡ്ഷീറ്റ്, മൊത്തത്തിൽ ഒരു ശാന്തമായ നിറങ്ങളായിരിക്കും കൂടുതലും നല്ലത്. അപ്പൊ ആവശ്യത്തിന് വായുവും വെളിച്ചവും ഉള്ളിലേക്ക് കടക്കാൻ ജനാലകൾ എപ്പോഴും തുറന്നിടുക. എപ്പോഴും എന്ന് വെച്ചാൽ പകൽ സമയത്ത് തുറന്നിടുക. അടച്ചു മൂടി കിടക്കാൻ പാടില്ല. ഇതൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയുടെ ഒരു ഒഴുക്ക് തന്നെ റൂമിൽ കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയെ നിങ്ങൾക്ക് ഒഴിവാക്കാനും പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.